മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മൂലം, പൂരാടം, ഉത്രാടം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച ജ്യോതിഷ ഫലപ്രകാരം ഏറ്റവും അധികം പ്രാധാന്യമറിയിക്കുന്ന ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം പല ഗ്രഹങ്ങളുടെയും സംക്രമണവും നിങ്ങളെ കാര്യമായി തന്നെ ബാധിക്കുകയും അതോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സ്വാധീനം ഈ നക്ഷത്രക്കാരിൽ വളരെയധികം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ 2 ഗ്രഹങ്ങളുടെയും സ്വാധീനം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വരുത്തുവാൻ പോകുന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. അതുമാത്രമല്ല, ഈ 3 രാശിയിൽ പിറന്ന 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും രാജയോഗ തുല്യമായ ഫലങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ലഭിക്കുവാൻ പോകുന്നത്. ഒപ്പം തന്നെ പല വ്യക്തികളിലും തീർത്തും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളും ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നു. അപ്രകാരം നോക്കുമ്പോൾ ഈ ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച ഈ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സ്വാധീനം വളരെയധികം ഗുണഭാവത്തിൽ നിൽക്കുന്നതിനാൽ ജീവിതത്തിൽ മെച്ചപ്പെട്ട ചില സാഹചര്യങ്ങളും വളരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില നേട്ടങ്ങളും അനുഭവിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. ഈ മിഥുനം രാശിയിൽ പിറന്ന 3 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും ഇപ്പോൾ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഭാരവും ഇനി മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി ചിന്തിച്ചുള്ള ചില മാനസിക സംഘർഷങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ 100% ആളുകളുടെ കാര്യം ഇങ്ങനെയല്ല എങ്കിലും ഭൂരിഭാഗം വ്യക്തികളും ആ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് നിങ്ങൾക്ക് ജീവിതത്തെപ്പറ്റി സ്വപ്നം കാണുവാനും ജീവിതത്തിൽ ഒരു നല്ല ദിനം വരുമെന്ന് ചിന്തിക്കുവാനും പോലും കഴിയുന്ന തരത്തിലല്ല നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. എന്നാൽ മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്ന ഈ ഒരു ദിവസം പല കോണിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നു ചേരും. അതായത് ഗതിമുട്ടിയെന്ന് നിങ്ങൾ ഉറപ്പിച്ചു നിൽക്കുന്ന അതേ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു വരും. ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുടുംബത്തിൽ അനാവശ്യമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ മനസമാധാനം ലവലേശമില്ലാത്ത തരത്തിൽ ഇപ്പോൾ ഓരോ ദിവസവും കടന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മിഥുനം രാശിക്കാരുടെ വീടുകളുണ്ട്. അതായത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ശരിയായ കാരണം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. വെറുതെ പരസ്പരം ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ കലഹങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ. എന്നാൽ ഈ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സ്വാധീനം നിങ്ങൾക്ക് അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത്, അതായത് ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച പല വ്യക്തികളുടെയും വീടുകളിൽ നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. മാത്രമല്ല പല മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ കർമ്മമേഖലയിൽ ഉണ്ടാകുവാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ ചില മാറ്റങ്ങളെ പറ്റിയുള്ള വാർത്തകൾ അറിയുവാനുള്ള യോഗവും ഈ ഒരു ദിവസം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല
ചില ആളുകൾക്ക് വിദേശത്തു നിന്ന് തൊഴിലവസരങ്ങൾ തേടിയെത്തുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും തടസ്സം നീങ്ങി പൂർത്തീകരിച്ചെടുക്കുവാനും നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നേടിയെടുക്കുവാനുള്ള യോഗമാണ് ഇതിലൂടെ കൈവരുന്നത്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രം അല്പം ബുദ്ധിമുട്ടുകൾ ഈ ഒരു ദിവസം ചില ആളുകൾക്ക് അനുഭവപ്പെടുമെങ്കിലും അതിനുള്ള പരിഹാരവും ഉടനടി ഉണ്ടാകും. എന്നാൽ പല വ്യക്തികൾക്കും ധനവരവുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. ആരോഗ്യകാര്യത്തിലും മാനസിക സന്തോഷത്തിലുമെല്ലാം തന്നെ നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സമയമായിട്ട് തന്നെയാണ് ഈ ജൂലൈ 20 ഞായറാഴ്ച കണക്കാക്കപ്പെടുന്നത്. ഇനി രണ്ടാമതായി ഈ ജൂലൈ 20-ാം തീയതി ഞായറാഴ്ച ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹം ഒരുപോലെ നിലനിൽക്കുന്നതിനാൽ വളരെ മികച്ച ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിക്കാരുടെ ഇപ്പോഴുള്ള സാഹചര്യത്തെപ്പറ്റി പറയുവാനാണെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളെപ്പറ്റി ആരോടാണ് ഒന്ന് പറയേണ്ടത് എന്ന് പോലും അറിയാതെ എല്ലാ കഷ്ടതകളെയും ഉള്ളിലടക്കി മനസ്സ് നീറിക്കഴിയുന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികപരമായും മാനസികപരമായും നിങ്ങൾ അനുഭവിച്ച അത്ര കഷ്ടതകൾ വേറെ ഒരു മനുഷ്യരും അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നാൽ കർക്കിടകം രാശിയിൽ പിറന്ന ഈ 3 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്നതും ഇപ്പോൾ ഉടനടി പരിഹാരം ലഭിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതുമായ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അത്തരത്തിലുള്ള ഒരു പരിഹാരം ഈ ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ചയോടെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. ഇത് 100% ആളുകൾക്കുമല്ലെങ്കിലും 70% ആളുകൾക്കും ഇത് അനുഭവിച്ചറിയുവാൻ കഴിയും. കാരണം അത്തരത്തിലാണ് ഈ ഒരു ദിവസം നിങ്ങളിൽ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ വിവാഹ തടസ്സവും വളരെയധികം നേരിടുകയും അതിൻ്റെ പേരിൽ പല ഭാഗത്തു നിന്നും കളിയാക്കലുകളും സമൂഹത്തിൽ ഇറങ്ങി നടക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അവസ്ഥകളും അനുഭവിച്ചു വരുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ ഉടനടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുഭവാർത്തയും വിവാഹ കാര്യത്തിൽ നിലനിന്നിരുന്ന തടസ്സം നീങ്ങുന്ന തരത്തിലുള്ള സന്തോഷ നിമിഷങ്ങളും ഉണ്ടാകുവാൻ പോവുകയാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അതായത് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് കൈപ്പിടിയിലാക്കുവാനുള്ള യോഗമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. ഇനി അതുപോലെ തന്നെ ചില വ്യക്തികൾ എന്തൊക്കെയോ തരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം മനസ്സമാധാനക്കേടുകൾ അനുഭവിച്ചു വരുന്നുണ്ട്. അതായത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ചില തെറ്റുകൾ കൊണ്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത സാഹചര്യത്തിൽ പോലും നിങ്ങളെ ആരൊക്കെയോ ചേർന്ന് വഞ്ചിച്ച് ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് വരുത്തി വെച്ചതിനൊപ്പം തന്നെ നിങ്ങളെ ചില നിയമക്കുരുക്കുകളിലുമാക്കി അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഇന്നത്തെ ഒരു അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എഴുതി അറിയിക്കുക. കാരണം നിങ്ങളെ അത്തരത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നത്തിന് ഉടനടി പരിഹാരമുണ്ടാകുവാൻ പോകുന്നതായി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കർക്കിടക രാശിയിൽ പിറന്ന ഒരു വ്യക്തിയെങ്കിലുമുള്ള വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും ചില അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ജീവിത നേട്ടങ്ങളും ഭാവിയെ സുരക്ഷിതമാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അവസരങ്ങളുമെല്ലാം തന്നെ ഈ ഒരു സമയത്ത് വന്നു ചേരുവാൻ പോകുന്നതായി ഫലത്തിൽ വ്യക്തമാണ്. അപ്പോൾ ഇത്രയധികം ഭാഗ്യം നിങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനായി പരമാവധി ശ്രമിക്കുക തന്നെ വേണം. തീർച്ചയായും
നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതിലെല്ലാം വിജയിക്കുവാൻ നിങ്ങളാൽ കഴിയും. അപ്പോൾ ഇത്രയേറെ കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ തരത്തിലുള്ള ശുഭകാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും എന്തെന്നില്ലാത്ത മനസമാധാനവും ഊർജ്ജസ്വലതയും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ആരോഗ്യസ്ഥിതിയിലും ഏറ്റവും മെച്ചപ്പെട്ട അനുഭവങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ദിവസം നിലനിൽക്കുന്നത്. ഇനി മൂന്നാമതായി ഈ ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തത്ര ശുഭകരമായ രീതിയിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള എല്ലാ ഭാഗ്യവും നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരെ പറ്റി പറയുവാനാണെങ്കിൽ ഇപ്പോൾ കുറച്ചായി ജീവിതത്തിൽ എല്ലാത്തിലും പ്രതിസന്ധികളാണ്. മറ്റു ചിലർക്കാണെങ്കിൽ ജീവിതത്തിൽ ജനിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രം. സാമ്പത്തികമായി ഒരു ഉയർച്ച പോലും കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ കടബാധ്യതകളാകട്ടെ ഒന്നിനൊന്ന് അധികരിച്ചു വരികയാണ്. ഒപ്പം തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും വളരെ ശുഭപ്രതീക്ഷയോടെ തുടങ്ങി വെച്ചിട്ട് അതിലെല്ലാം ഒരു പരാജയം അനുഭവിക്കേണ്ടി വരികയും വളരെയധികം സാമ്പത്തിക നഷ്ടങ്ങളും മറ്റുള്ളവരിൽ നിന്ന് പരിഹാസവാക്കുകളും കളിയാക്കലുകളുമെല്ലാം അനുഭവിക്കേണ്ടി വരികയും ചെയ്ത ചില വ്യക്തികൾ കൂടി ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ ഈ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹഭാവം നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും നിങ്ങളതെല്ലാം മറന്നേക്കുക. കാരണം ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹഭാവത്തോടൊപ്പം നിങ്ങളിൽ വളരെയധികം ഈശ്വര കടാക്ഷവും നിലനിൽക്കുന്ന ഒരു ദിവസമാണ് ഇത്. അതുകൊണ്ട് തന്നെ പല ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ചില ശുഭവാർത്തകൾ കേൾക്കുവാൻ കഴിയും. ഒപ്പം തന്നെ വീട് പണിയൊക്കെ തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തീകരിക്കുവാൻ കഴിയാതെ വളരെയധികം മനസ്സ് വിഷമിക്കുകയും സാമ്പത്തികമായി എങ്ങനെയെങ്കിലും അതിനു വേണ്ടിയുള്ള വഴി കണ്ടെത്തുവാനായി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായി ചില വഴികൾ ഒരുങ്ങി വരികയും നിങ്ങളുടെ വീടുപണിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള യോഗം ഈ ഒരു ദിവസം നിലനിൽക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ നിങ്ങളുടെ കർമ്മമേഖലയിൽ പുതിയ ചില ഉയർച്ചകൾ ഉണ്ടാകുവാൻ പോകുന്നതിൻ്റെ തുടക്കമെന്നോണം ഉള്ള ചില കാര്യങ്ങൾ ഈ ജൂലൈ 20-ാം തീയതി ഞായറാഴ്ച കഴിയുന്നതോടെ നിങ്ങൾക്ക് തന്നെ കാണുവാൻ കഴിയും. അതായത് എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും വൻ നേട്ടങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയമാണ് ഇനി വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും മാനസിക സന്തോഷവുമെല്ലാം തന്നെ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിലേക്കായിരിക്കും ഈ ഒരു സമയത്ത് മാറുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 3 രാശിയിൽപ്പെട്ട 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച രാജയോഗ തുല്യമായ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.